ആഴമേറിയ ഇരുട്ടിനുള്ളിൽ നൂറ്റാണ്ടുകളായി ആരും തന്നെ തുറന്നിട്ടില്ലാത്ത ഒരു നിഗൂഢമായ വാതിലുണ്ട്. ആ വാതിലിൽ ഇരുമ്പ് ചങ്ങലകളോ വലിയ പൂട്ടുകളോ ഒന്നുമില്ല. അതിനു പകരം രണ്ട് ഭീമാകാരമായ രാജവെമ്പാലകൾ പരസ്പരം പിണഞ്ഞു കിടന്ന് ഉഗ്രരൂപത്തിൽ കാവൽ കിടക്കുന്ന ഒരു രൂപം മാത്രമാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. നൂറുകണക്കിന് വർഷങ്ങളായി ആ വാതിൽ ഒരു ഇഞ്ച് പോലും അനക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ 2011 ജൂൺ മാസം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ലോക പ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പുറത്ത് അന്നേ ദിവസം പതിവില്ലാത്തൊരു നിശബ്ദതയും അതേസമയം വലിയൊരു ആവേശവും ഉണ്ടായിരുന്നു. ഒരു വശത്ത് 10,000-കണക്കിന് ജനങ്ങളുടെ കണ്ണുകളും മറുവശത്ത് ഒട്ടുമിക്ക ഇന്ത്യൻ മാധ്യമങ്ങളുടെ ക്യാമറകളും ആ ക്ഷേത്രത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം രൂപീകരിച്ച 7 അംഗ ഉന്നതതല സമിതി ആ ക്ഷേത്രത്തിന്റെ ഇരുണ്ട ഭൂഗർഭ അറയിൽ നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന ആ രഹസ്യവാതിലുകൾ തുറക്കാനായി ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കാറ്റും വെളിച്ചവുമില്ലാത്ത ആ പാതാളത്തിൽ അവർ ഓരോ വാതിലുകളായി തുറക്കുമ്പോൾ അവിടെ നിന്നും പുറത്തു വന്ന സത്യങ്ങൾ പൂർണ്ണമായും കേരളത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, ഒരു സാധാരണ ക്ഷേത്രത്തിലെ വാതിൽ തുറക്കുന്നതിന് എന്തിനാണ് ഇത്ര വലിയ ആവേശമെന്ന്. പക്ഷേ ഇതൊരു സാധാരണ വാതിലായിരുന്നില്ല. ഒട്ടുമിക്ക ലോകരാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു രഹസ്യവാതിലായിരുന്നു അത്. ആ ക്ഷേത്രത്തിന്റെ ഭൂഗർഭറയിൽ ആരും ഇതുവരെ പോയിട്ടില്ലാത്ത 6 നിഗൂഢമായ രഹസ്യാറകളായിരുന്നു ഉണ്ടായിരുന്നത്. അവയ്ക്ക് A മുതൽ F വരെയുള്ള കോഡ് പേരുകളും നൽകിയിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി അംഗങ്ങൾ വളരെ ഭയത്തോടെയും ജാഗ്രതയോടെയുമാണ് ആ രഹസ്യ അറകൾ, അതായത് വോൾട്ട് A, C, D, E, F ഇവ ഓരോന്നായി കഷ്ടപ്പെട്ട് തുറന്നത്. അങ്ങനെ അവർ ഓരോ അറകളും തുറക്കുമ്പോൾ അവിടെ കുന്നുകൂടി കിടന്നിരുന്ന സ്വർണവും വജ്രവും വൈദൂര്യങ്ങളും കണ്ട ഉദ്യോഗസ്ഥരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് തള്ളിപ്പോയി. അവർ ഒരു നിമിഷം ശില പോലെ ഉറഞ്ഞുപോയി. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ആ 5 അറകളിൽ നിന്ന് മാത്രം ലഭിച്ച നിധിയുടെ മൂല്യം ഏതാണ്ട് $1 ട്രില്യൺ മുകളിലായിരുന്നു. $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്ര വലിയ തുകയാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഞാൻ 3 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായി, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ മുകേഷ് അംബാനിയുടെ ആകെ സ്വത്ത് 8 തവണ ഒന്നിച്ചു ചേർത്താൽ എത്ര വരുമോ? അതായത് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 8 ഇരട്ടിയോളം വരുന്ന ഒരു ഭീമമായ തുകയാണിത്. രണ്ടാമതായി, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളുടെ ആകെ GDP ഒരുമിച്ച് കൂട്ടിയാൽ പോലും ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച നിധിയുടെ മൂല്യത്തിൽ അതൊട്ടും അടുത്തെത്തില്ല. നമ്മുടെ ഭാവനകൾക്കും അപ്പുറമുള്ള പല ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന നിധികളാണ് ആ 5 അറകളിൽ മാത്രം കുന്നുകൂടി കിടന്നിരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്ന ഒരു വലിയ ഞെട്ടൽ ആ ഇരുട്ടിനുള്ളിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് 6ാമത്തെ വാതിലായ വോൾട്ട് B അഥവാ രഹസ്യാറ. മറ്റെല്ലാ വാതിലുകളും തകർത്തു തുറന്ന ആ സമിതിക്ക് ഈ വാതിൽ മാത്രം 1 ഇഞ്ച് പോലും അനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ആ നിഗൂഢമായ വോൾട്ട് B എന്ന രഹസ്യവാതിലിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്? ഇന്ത്യയെ മുഴുവനും ആകാംക്ഷയുടെ മുനയിൽ നിർത്തിയ, ഭയപ്പെടുത്തിയ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായി നമ്മൾ അറിയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാകാം, പല നൂറ്റാണ്ടുകളായി ഇങ്ങനെ ഇരുട്ടിൽ പൂട്ടിവെച്ചിരുന്ന ആ ക്ഷേത്രത്തിലെ രഹസ്യവാതിലുകൾ ഇപ്പോൾ എന്തിനാണ് പെട്ടെന്ന് കോടതി തുറക്കാനും കണക്കെടുപ്പ് നടത്താനും ഉത്തരവിട്ടത്? ഈ ചോദ്യം തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വരാം. എന്നാൽ ഇതിന് പിന്നിലുണ്ടായിരുന്ന ആ ഒരേയൊരു കാരണം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. 2008 TP സുന്ദരരാജൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് IPS ഓഫീസർ കേരള ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകുന്നു. ആ പരാതിയിൽ അദ്ദേഹം ഉന്നയിച്ച കുറ്റാരോപണങ്ങൾ ഒട്ടൊന്നാകെ ഗവൺമെന്റിനെ തന്നെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലമതിക്കാനാകാത്ത പല പുരാതന ആഭരണങ്ങളും നിരന്തരമായി മോഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും, അതുമാത്രമല്ല അവിടെയുള്ള ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി അതിന് പകരം വ്യാജ ആഭരണങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ടെന്നും വളരെ ശക്തമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്.
സുന്ദരരാജൻ നൽകിയ ആ പരാതിയെ വളരെ ഗൗരവമായി എടുത്ത കോടതി ഉടനടി ഒരു അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചു. ക്ഷേത്രത്തിന്റെ ഭരണം ഉടൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൈമാറണമെന്നായിരുന്നു ആ ഉത്തരവ്. എന്നാൽ പല നൂറ്റാണ്ടുകളായി, തലമുറകളായി ഈ ക്ഷേത്രത്തെ തങ്ങളുടെ ജീവനേക്കാൾ വിലമതിച്ച് പരിപാലിച്ചു പോന്ന തിരുവിതാംകൂർ രാജകുടുംബം ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ വളരെ വിശദമായി കേട്ട സുപ്രീം കോടതി ഒടുവിൽ ചരിത്രപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. ക്ഷേത്രത്തിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി അറിയണം. അതിനായി ആ ക്ഷേത്രത്തിന്റെ ഭൂഗർഭ അറയിൽ പല വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന 6 രഹസ്യ അറകളും തുറന്ന് അവിടെയുള്ള ഓരോ വസ്തുക്കളും കൃത്യമായി തിട്ടപ്പെടുത്തി ഓഡിറ്റ് ചെയ്യണമെന്ന് കോടതി ഉത്തരവിട്ടു. ഈ വൻ കണക്കെടുപ്പ് നടത്തുന്നതിനായി മുൻ CAG ഉദ്യോഗസ്ഥനായ വിനോദ് റായ്, മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ സുബ്രഹ്മണ്യം എന്നിവരടങ്ങുന്ന 7 അംഗ പ്രത്യേക സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചു. അവിടെയുള്ള 6 രഹസ്യ അറകളും, അതായത് വോൾട്ട് A മുതൽ F വരെയുള്ള ആ ഇരുട്ടറകൾക്കുള്ളിൽ ചെന്ന് അവിടെയുള്ള നിധികളുടെ കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ടാസ്ക്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ആരും ചെയ്യാത്ത, ഇനി ആർക്കും ചെയ്യാൻ കഴിയാത്ത അത്ര വലിയൊരു ഓഡിറ്റ് ഓപ്പറേഷനായി മാറി. കൃത്യമായി പറഞ്ഞാൽ 2011 ജൂൺ 27-ാം തീയതി ഒട്ടുനാകെ കേരളത്തിന്റെ കണ്ണുകളും മാധ്യമങ്ങളുടെ ക്യാമറകളും ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്മേൽ മാത്രമായിരുന്നു. അന്ന് നാട് മുഴുവൻ ഒരുതരം ഭീതിയിലും ആകാംക്ഷയിലും ഉറഞ്ഞുപോയ അവസ്ഥയായിരുന്നു. ആ 7 അംഗ ഓഡിറ്റ് ടീം ശക്തമായ സുരക്ഷാ വലയത്തിൽ ആ ക്ഷേത്രത്തിന്റെ തറയ്ക്കുള്ളിലുള്ള രഹസ്യ തുരങ്കത്തിലേക്കുള്ള വഴി തുറന്നു. വാതിൽ തുറന്ന നിമിഷം തന്നെ പല നൂറ്റാണ്ടുകളായി കാറ്റും വെളിച്ചവും ഏൽക്കാത്ത ആ ഇരുണ്ട പാതാള ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു പ്രത്യേക തരം പഴയ മണം പുറത്തേക്ക് വന്നു. കൈകളിൽ വെറും ടോർച്ച് ലൈറ്റുമായി ആ വഴുക്കുള്ള ഇടുങ്ങിയ പടിയിലൂടെ ഓരോ ചുവടും വെച്ച് ആ ഓഡിറ്റ് ടീം വളരെ പതുക്കെ, വല്ലാത്തൊരു ഭയത്തോടെ ആ ഭൂഗർഭ അറയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതൊരു വെറും തുരങ്കമായിരുന്നില്ല, ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഇടുങ്ങിയ ഇരുണ്ട പാതയായിരുന്നു. ആ ഒറ്റ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ A മുതൽ F വരെയുള്ള 6 രഹസ്യ അറകളുടെ, അതായത് ആ നിഗൂഢമായ രഹസ്യവാതിലുകളുടെ അടുത്തേക്ക് അവർക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറുതെ ഒരു താക്കോലിട്ട് ആ വാതിലുകൾ അത്ര എളുപ്പത്തിലൊന്നും തുറക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ആ സ്ഥലത്ത് നിയമവും പോലീസും ഒക്കെ പറയുന്നതിനപ്പുറം അമാനുഷികമായ ചില വിശ്വാസങ്ങളും നിലനിന്നിരുന്നു. അതെ, ആ വാതിലുകൾ തുറക്കുന്നതിന് മുൻപായി ദൈവപ്രശ്നം എന്ന് പറയുന്ന പുരാതനമായ ഒരു രഹസ്യ ചടങ്ങ് അവിടെ നടത്തേണ്ടതുണ്ടായിരുന്നു. അതായത് ദൈവത്തോട് നേരിട്ട് ചെന്ന് ആ വാതിലുകൾ ഞങ്ങൾ തുറന്നോട്ടെ എന്ന അനുവാദം ചോദിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ്. അങ്ങനെ ആ ചടങ്ങ് നടത്തി അതിൽ വാതിൽ തുറക്കാമെന്ന അനുകൂലമായ ലക്ഷണങ്ങൾ വന്നാൽ മാത്രമേ ആ വാതിലുകൾ തുറക്കാവൂ എന്ന കർശനമായ ഒരു ആചാരം അവിടെ നിലനിന്നിരുന്നു. അന്ന് ആ ഓഡിറ്റ് ടീമിന്റെ സാന്നിധ്യത്തിൽ അവിടെ ദൈവപ്രശ്നം നോക്കുകയുണ്ടായി. അതിൽ അവിടെ ഉണ്ടായിരുന്ന 5 വാതിലുകൾ തുറക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ അനുകൂലമായി വന്നുവെങ്കിലും ആ ഒരു ഒറ്റ വാതിലായ വോൾട്ട് B, അതായത് രഹസ്യവാതിലായ B തുറക്കുന്നതിന് മാത്രം യാതൊരുവിധ അനുമതിയും ലക്ഷണങ്ങൾ തെളിഞ്ഞില്ല. മറിച്ച് വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ സൂചിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന സൂചനകളാണ് അതിൽ നിന്നും ലഭിച്ചത്. ഇത് കണ്ടയുടനെ ഇനി ആ വാതിൽ യാതൊരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ രാജകുടുംബം ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നു. ഒരുപക്ഷെ നിങ്ങളത് വകവയ്ക്കാതെ കോടതി ഉത്തരവിന്റെ ശക്തിയിൽ ആ വാതിൽ ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം മുഴുവനും കടലിനടിയിലായി പോകുമെന്നും ഇവിടെ വലിയൊരു വിനാശം സംഭവിക്കുമെന്നും അവിടുത്തെ നാട്ടുകാരും രാജകുടുംബവും ആഴത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ സുപ്രീം കോടതിയും ഒടുവിൽ ആ തീരുമാനത്തോട് യോജിച്ചു. ശരി, തൽക്കാലത്തേക്ക് ആ വോൾട്ട് B എന്ന രഹസ്യവാതിൽ മാത്രം അങ്ങനെ തന്നെ മാറ്റിവെച്ച് ബാക്കിയുള്ള വാതിലുകൾ തുറന്ന് കണക്കെടുപ്പ് നടത്താമെന്ന് കോടതി പുതിയ ഉത്തരവിട്ടു. അങ്ങനെ ആ ഓഡിറ്റ് ടീം ആദ്യം വോൾട്ട് A തുറക്കാനായി ശ്രമം തുടങ്ങി. പക്ഷേ അത് തുറക്കുക എന്നത് അവർക്ക് മുന്നിലുള്ള ഒരു ഹിമാലയൻ ചാലഞ്ച് തന്നെയായിരുന്നു. വെറുതെ ഒന്ന് തള്ളിയപ്പോഴേക്കും തുറന്നു പോരുന്ന ഒന്നായിരുന്നില്ല അത്. ആദ്യം വളരെ ശക്തമായ ഒരു ഇരുമ്പ് വാതിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വളരെ കഷ്ടപ്പെട്ട് തകർത്ത് അകത്ത് കടന്നപ്പോൾ അതിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കനമേറിയ ഒരു മരവാതിൽ അതുമുണ്ട്. ശരിയെന്ന് കരുതി അതുകൂടി വളരെ പ്രയാസപ്പെട്ട് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ വഴിയാകെ മറച്ചുകൊണ്ട് ഒരു ഭീമാകാരമായ ഒരു ഗ്രാനൈറ്റ് കല്ല് കുറുകെ നിൽക്കുന്നുണ്ടായിരുന്നു.
ഇങ്ങനെ പല അടരുകളായുള്ള തടസ്സങ്ങളെല്ലാം താണ്ടി ഒടുവിൽ ആ ഗ്രാനൈറ്റ് കല്ലും മാറ്റി ഓഡിറ്റ് ടീം കാറ്റും വെളിച്ചവുമില്ലാത്ത ആ ഇരുട്ടറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ കണ്ട ആദ്യ ദൃശ്യം ശരിക്കും അവരെ അത്ഭുതം കൊണ്ട് ശില പോലെ ഉറപ്പിച്ചു കളഞ്ഞു. അവിടെ ഒന്നോ രണ്ടോ ആയിരുന്നില്ല, ഏതാണ്ട് 1,20,000-ഓളം അപൂർവ വസ്തുക്കളാണ് ഒരു മല പോലെ കുന്നുകൂടി കിടന്നിരുന്നത്. ആ ഇരുട്ടിനുള്ളിൽ ടോർച്ച് വെളിച്ചം ചെന്ന് വീണപ്പോൾ പളപള തിളങ്ങുന്ന 4 അടി ഉയരമുള്ള തങ്കത്തിൽ തീർത്ത മഹാവിഷ്ണുവിന്റെ ഒരു ഭീമാകാരമായ വിഗ്രഹം അതിലുണ്ടായിരുന്നു. അതിൽ അസംഖ്യം വൈരക്കല്ലുകൾ കണ്ണിമ ചിമ്മാൻ പോലും സമ്മതിക്കാത്ത വിധം അത്രയേറെ അടുത്തടുത്ത് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ വിഗ്രഹത്തിന് തൊട്ടരികിലായി 30 കിലോഗ്രാം തൂക്കമുള്ള ഒരു ഭീമൻ സ്വർണ്ണ ചങ്ങലയും ഏതാണ്ട് 40 അടി നീളമുള്ള മറ്റൊരു വലിയ സ്വർണ്ണമാല ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമാക്കാരുടെയും പിന്നീട് ലോകം മുഴുവനും അടക്കി ഭരിച്ച നെപ്പോളിയന്റെയും കാലത്ത് ഉപയോഗിച്ചിരുന്ന അസൽ സ്വർണ്ണ നാണയങ്ങൾ ചാക്കുകളിൽ കെട്ടിയും തറയിൽ ആകെ ചിതറിക്കിടക്കുന്ന രീതിയിലും കണ്ടെത്തി. ഇത് നേരിട്ട് കണ്ട ഓഡിറ്റ് ടീമിന് പോലും ഒരു നിമിഷം തല കറങ്ങിപ്പോയി. കാരണം ഈ ഒരൊറ്റ അറയ്ക്കുള്ളിൽ, അതായത് വോൾട്ട് എയിൽ മാത്രം ഉണ്ടായിരുന്ന നിധിയുടെ ആകെ മൂല്യം പല ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് ഓഡിറ്റ് കണക്കുകളിൽ നിന്ന് വ്യക്തമായത്. ഇത് കണ്ട ആവേശഭരിതരായ ഓഡിറ്റ് ടീം പിന്നീട് ആ ബി എന്ന വാതിൽ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള CDEF ഈ വാതിലുകളും ഇതേ ആവേശത്തോടെ തുറക്കാൻ ആരംഭിച്ചു. വോൾട്ട് സിയിൽ വലിയ തോതിലുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങളും, വോൾട്ട് ഡി, വോൾട്ട് ഇ ഇവയിൽ ദൈവപൂജകൾക്കായി ഉപയോഗിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും തീർത്ത നിരവധി അപൂർവ വസ്തുക്കളും, വോൾട്ട് എഫിൽ പണ്ടുകാലത്ത് തിരുവിതാംകൂർ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന അതീവ അമൂല്യമായ ആഭരണങ്ങളുമാണ് കൊട്ടിക്കിടന്നിരുന്നത്. ഈ 5 അറകളിൽ നിന്നും ലഭിച്ച ആകെ ഈ നിധിയുടെ മൂല്യമാണ് ഏതാണ്ട് $1 ട്രില്യൺ മുകളിൽ വരുമെന്ന് ഓഡിറ്റ് ടീം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ആ 6ാമത്തെ വാതിലായ വോൾട്ട് ബി ഇന്നും അമാനുഷികമായ ഒരു നിഗൂഢ ചോദ്യചിഹ്നമായി ഒന്നിനും പിടികൊടുക്കാതെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അങ്ങനെ ബാക്കി 5 അറകളിലെയും കണക്കെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഒടുവിൽ ആ വോൾട്ട് ബി എന്ന രഹസ്യവാതിലിന് മുന്നിൽ ചെന്ന് നിന്ന ഓഡിറ്റ് ടീം ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ശ്വാസം അടക്കി നിന്നുപോയി. കാരണം ആ വാതിലിൽ ഒരു പൂട്ടോ ഇരുമ്പ് ചങ്ങലകളോ പോലും ഇല്ലായിരുന്നു. അത് തുറക്കാനായി ഒരു താക്കോലിടാനുള്ള ദ്വാരം അതുപോലും അവിടെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനു പകരം 2 ഭീമാകാരമായ രാജവെമ്പാലകൾ പരസ്പരം പിണഞ്ഞു കിടന്ന അതീവ ഉഗ്രരൂപത്തിൽ കാവൽ നിൽക്കുന്ന ഒരു ശില്പരൂപം മാത്രമാണ് ആ വോൾട്ട് ബി വാതിലിൽ കൊത്തിവെച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വാതിൽ സാധാരണ രീതിയിലൊന്നുമല്ല സീൽ ചെയ്തിരിക്കുന്നത്. പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പുരാതന സിദ്ധന്മാർ നാഗബന്ധം എന്ന് പറയുന്ന അതീവ ശക്തമായ ഒരു മന്ത്രം കൊണ്ടാണ് ഈ വാതിൽ പൂട്ടിയതെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഈ വാതിൽ തുറക്കണമെങ്കിൽ ഗരുഡ മന്ത്രം കൃത്യമായി അറിയാവുന്ന ചില പ്രത്യേക സിദ്ധന്മാർക്ക് മാത്രമേ സാധിക്കൂ. അവർ ഉച്ചരിക്കുന്ന ആ മന്ത്രത്തിന്റെ വൈബ്രേഷൻസും ശബ്ദ തരംഗങ്ങളുടെ ഫ്രീക്വൻസിയും കൃത്യമായി ആ വാതിലിൽ പതിക്കുമ്പോൾ മാത്രമേ ഇത് തനിയെ തുറക്കൂ എന്ന് ക്ഷേത്രവിശ്വാസികൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെയോ തെറ്റായ രീതിയിലോ ഇത് തകർക്കാൻ ശ്രമിച്ചാൽ അവർ ആ നിമിഷം തന്നെ അതിക്രൂരമായ രീതിയിൽ മരണപ്പെടുമെന്ന ചില നിഗൂഢമായ ശാപങ്ങളും പുരാണ കഥകളും ഈ വാതിലിന് ചുറ്റുമുണ്ടായിരുന്നു. എന്തായത് ഇതൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഹോളിവുഡ് ഫാന്റസി സിനിമ കാണുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം. എന്നാൽ കേട്ടോളൂ. കൃത്യമായി 1930കളിൽ ഒരു കൊള്ളസംഘം ഈ വോൾട്ട് ബിക്കുള്ളിലെ നിധി എങ്ങനെയും കവർച്ച ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഒരു പക്കാ പ്ലാൻ തയ്യാറാക്കി. ആരും അറിയാതെ രാത്രികാലങ്ങളിൽ അവർ ഈ ഭൂഗർഭ അറയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും വാതിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവർ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് ആ വാതിൽ തുറക്കാൻ ശ്രമിച്ച ആ നിമിഷം തന്നെ ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ നിന്നും യാതൊരു ശബ്ദവുമില്ലാതെ ചീറിപ്പാഞ്ഞു വന്ന അസംഖ്യം കൊടിയ വിഷപ്പാമ്പുകൾ ആ കൊള്ളക്കാരെ ക്രൂരമായി ആക്രമിച്ചതായി ചരിത്രത്തിൽ ഒരു കഥ പറയപ്പെടുന്നുണ്ട്. ഈ വാർത്ത ആ കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. അന്നു മുതൽ ഈ വോൾട്ട് ബി വാതിലിനെ ഏതൊരു അമാനുഷിക ശക്തി സംരക്ഷിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ വളരെ ശക്തമായി വിശ്വസിക്കാൻ തുടങ്ങി. പാമ്പുകളുടെ ആക്രമണം ഒരു വശത്താണെങ്കിൽ ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു പുരാതന കഥ കൂടി അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഭാവനയിൽ പോലും കാണാൻ കഴിയാത്തത്ര വലിയൊരു പട്ടിണിയും പഞ്ഞവും ഉണ്ടായി.
ജനങ്ങളെല്ലാം ആഹാരത്തിന് പോലും വഴിയില്ലാതെ വിശന്ന് പൊരിഞ്ഞ് കൊത്തുകൊത്തായി ചത്തൊടിയുന്ന ആ ദാരുണമായ സമയത്ത് അന്നത്തെ ഭരണാധികാരികൾ ഒരു നിർണായക തീരുമാനമെടുത്തു. ഈ ദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനായി എങ്ങനെയും ആ വോൾട്ട് ബി തുറക്കുകയും അതിലുള്ള സമ്പത്ത് ഉപയോഗിച്ച് ജനങ്ങളെ സഹായിക്കുകയും ചെയ്യാമെന്നായിരുന്നു ആ തീരുമാനം. എന്നാൽ ആ തീരുമാനത്തോടെ അവർ വോൾട്ട് ബി വാതിലിന് അരികിലേക്ക് അടുത്തപ്പോൾ ആ ഇരുട്ടിനുള്ളിൽ നിന്നും വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങി. അതൊരു ഭീമാകാരമായ കടൽ തിരമാല ആക്രോശത്തോടെ വന്ന് ആഞ്ഞടിക്കുന്നത് പോലുള്ള ശബ്ദമായിരുന്നു. ഒരു പക്ഷേ ഈ വോൾട്ട് ബി വാതിലിന് പിന്നിൽ നേരെ അറബിക്കടലിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും രഹസ്യ പാതയോ തുരങ്കമോ ഉണ്ടാകുമോ എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്നവർ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, നമ്മൾ ബലപ്രയോഗത്തിലൂടെ ഈ വാതിൽ തകർത്താൽ ആ അറബിക്കടലിലെ വെള്ളം മുഴുവനും ഈ കോട്ടയിലേക്ക് ഇരച്ചു കയറുകയും ഒട്ടൊന്നാക്കി കേരളത്തെ മുഴുവനും പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു കളയുമെന്ന് ഭയന്ന് അവർ ആ ശ്രമം അവിടെ വെച്ച് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു എന്നൊരു കഥയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സത്യമാണോ അതോ വെറും റൂമേഴ്സ് മാത്രമാണോ? ഈ ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാം. ഇതിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ക്ഷേത്രത്തിന്റെ നിഗൂഢമായ ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഏതാണ്ട് 5000 വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിക്കണം. അതെ, ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രൗഢ ഗംഭീരമായ ക്ഷേത്രം ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ചരിത്രരേഖകളിൽ സൂചനകളുണ്ട്. അക്കാലത്ത് ദിവാകര മുനി എന്ന ഒരു മഹർഷി തന്റെ ഇഷ്ടദൈവമായ മഹാവിഷ്ണുവിനെ നേരിട്ട് ദർശിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു വനത്തിനുള്ളിൽ ഇരുന്ന് കഠിനമായ തപസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ലോകം മുഴുവനും മറന്ന തപസ്സിൽ മുഴുകിയിരുന്ന സമയത്ത് എവിടെ നിന്നോ വന്ന ഒരു നിഗൂഢമായ കുട്ടി അദ്ദേഹത്തെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ തന്റെ തപസ്സിന് ഭംഗം വന്ന മഹർഷി ആ കുട്ടിയെ പിടിക്കാനായി അതിന്റെ പുറകെ ഓടി. അപ്പോഴാ കുട്ടി അദ്ദേഹത്തെ നോക്കി, നിനക്ക് വിഷ്ണുവിനെ കാണണമെന്നുണ്ടെങ്കിൽ അനന്തൻ കാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് പെട്ടെന്ന് മായാജാലം പോലെ അപ്രത്യക്ഷമായി. ഇത് കണ്ട് അത്ഭുതപ്പെട്ട മുനി ആ അനന്തൻ കാട് പ്രദേശം തേടി ഒരുപാട് ദൂരം യാത്ര തിരിച്ചു. അങ്ങനെ അദ്ദേഹം പല കാടുകൾ താണ്ടി അവിടെ വന്നെത്തിയപ്പോൾ തന്നെ വരാൻ പറഞ്ഞ അതേ കുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന് പിന്നിലേക്ക് പോവുകയും വീണ്ടും അപ്രത്യക്ഷമാവുകയും ചെയ്തു. മഹർഷി പരിഭ്രാന്തിയോടെ ആ മരത്തിനരികിൽ ചെന്ന് തിരഞ്ഞപ്പോൾ പെട്ടെന്ന് ആ മരം ഒരു വലിയ സർപ്പമായി മാറാൻ തുടങ്ങി. അതിന് മുകളിലായി ഒരു ഭീമാകാരമായ വിഷ്ണു രൂപമായി ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന മനം കുളിർപ്പിക്കുന്ന ഒരു ഐതിഹ്യവുമുണ്ട്. അങ്ങനെ ആ മുനി സാഷ്ടാംഗം പ്രണാമം ചെയ്ത പുണ്യഭൂമിയാണ് ഇന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ രഹസ്യങ്ങൾ തനിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉയർന്നു വരാനുള്ള പ്രധാന ആണിവേരായി മാറിയത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത്രയധികം പ്രൗഢഗംഭീരമായും ഭാവനകൾക്കും അപ്പുറമുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സമ്പത്തോടുകൂടി നിലനിൽക്കുന്നതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. അത് മറ്റാരുമല്ല, തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1750കളിൽ ചരിത്രത്തിലെ ഒരു രാജാവ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു മഹാത്യാഗത്തിന്റെ തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടു. 1780കളിൽ ചരിത്രത്തിലെ ഒരു രാജാവും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാകാത്ത ഒരു മഹാത്യാഗത്തിന്റെ തീരുമാനം അദ്ദേഹം എടുത്തു. ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് തൃപ്പടിദാനം എന്നാണ്. അതായത് തന്റെ അധികാരത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഒട്ടൊന്നാകെ രാജ്യത്തെയും തന്റെ കിരീടവും ചെങ്കോലും അടക്കം എല്ലാം അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമിക്ക് ദാനമായി എഴുതി വെച്ചു. അതുമാത്രമല്ല, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ രാജാവല്ല, ഈ ഭഗവാനാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാജാവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ സകല നിധികളും രാജ്യത്തിന്റെ സ്വത്തുക്കളും ക്ഷേത്രത്തിന്റെ ഭൂഗർഭ അറകളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ഇതെല്ലാം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിനുശേഷം വന്ന ഭരണാധികാരികളെല്ലാം പത്മനാഭദാസൻ എന്ന് വളരെ അഭിമാനത്തോടുകൂടി സ്വയം വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ആ ക്ഷേത്രത്തിനുള്ളിലെ കുംഭ ഇരുട്ടിൽ കുടികൊള്ളുന്ന ആ ഭീമാകാരമായ വിഷ്ണു വിഗ്രഹം ഏതെങ്കിലും ഒരു സാധാരണ കല്ലിലോ മണ്ണിലോ തീർത്തതല്ല. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 12008 സാളഗ്രാമ ശിലകൾ ഇതുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അപൂർവ ശിലകളെല്ലാം നേപ്പാളിലുള്ള ഗണ്ഡകി നദിയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വളരെ പ്രത്യേകമായാണ് കേരളത്തിലേക്ക് എത്തിച്ചത്.
ഒരു രാജ്യത്തിന്റെ ഒട്ടൊന്നാകെ സമ്പദ് വ്യവസ്ഥയാണ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ രഹസ്യ അറകൾക്കുള്ളിൽ അവർ സംരക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇത്രയധികം വൻ നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യം പുറത്തറിഞ്ഞതോടെ അതെങ്ങനെയെങ്കിലും കൊള്ളയടിക്കണം എന്ന ലക്ഷ്യത്തോടെ പല വിദേശ സൈന്യങ്ങളും പലതവണ ക്രൂരമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പരാജയത്തിലാണ് കലാശിച്ചത്. 1741 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രാജ്യത്തെയും ക്ഷേത്രത്തെയും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ അത്യാധുനിക ആയുധങ്ങളുമായി ആക്രമണം നടത്തി. എന്നാൽ മാർത്താണ്ഡവർമ്മ തന്റെ പക്കലുണ്ടായിരുന്ന ചെറിയൊരു സൈന്യത്തെ മാത്രം വെച്ച് ആ വമ്പൻ ഡച്ച് പടയെ അടിച്ചു തകർത്ത് ചരിത്രപ്രസിദ്ധമായ കുളച്ചിൽ യുദ്ധത്തിൽ വിജയം നേടി. ആ യുദ്ധവിജയത്തിന് ശേഷം തനിക്ക് ലഭിച്ച സകല സമ്പത്തും അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ കാണിക്കയായി സമർപ്പിച്ചു. ഇങ്ങനെ നൂറ്റാണ്ടുകളായി രാജാക്കന്മാർ നൽകിയ കാണിക്കകളും രക്തം ചിന്തി നേടിയ യുദ്ധവിജയങ്ങളുടെ സമ്പാദ്യങ്ങളും ജനങ്ങൾ നൽകിയ 10,000-കണക്കിന് ദാനങ്ങളുമാണ് ഇന്നും ആ ക്ഷേത്രത്തിന്റെ ഭൂഗർഭ അറകളിലെ രഹസ്യവാതിലുകൾക്ക് പിന്നിൽ അതീവ സുരക്ഷിതമായി ഉറങ്ങിക്കിടക്കുന്നത്. യഥാർത്ഥത്തിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി മാറി. എന്നാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അധികാരം മാത്രം എക്കാലത്തും തിരുവിതാംകൂർ രാജകുടുംബത്തിന് തന്നെയായിരിക്കും എന്ന് കാണിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് പ്രത്യേക കരാർ ഒപ്പുവെച്ചിരുന്നു. അന്നു മുതൽ ആ രാജകുടുംബമാണ് ഈ ക്ഷേത്രത്തെ അതീവ കർശനമായി പരിപാലിച്ചു പോന്നത്. ഇങ്ങനെ പല നൂറ്റാണ്ടുകളായി പല തലമുറകളായി തങ്ങളുടെ ജീവനേക്കാളേറെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ച ക്ഷേത്രത്തിന്റെ സുരക്ഷയാണ് ഒരു ഘട്ടത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയത്. യാതൊരു കാരണവശാലും ഈ ക്ഷേത്രത്തിന്റെ രഹസ്യ അറകളിൽ ആരും തുടരുത് എന്ന് ആഴത്തിൽ വിശ്വസിച്ചിരുന്ന അവിടുത്തെ നാട്ടുകാർക്ക് 2011 അവിടുത്തെ രഹസ്യ അറകൾ തുറന്ന് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നുവെന്ന വാർത്ത കേട്ടപ്പോൾ എന്തെന്നറിയാത്തൊരു ഭയം ഉടലെടുത്തു. ജനങ്ങൾ അത്രയും ഭയപ്പെടാൻ പ്രധാന കാരണം ആ ഓഡിറ്റ് നടക്കുന്ന അതേ സമയത്തുണ്ടായ നടുക്കുന്നൊരു സംഭവമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2008 റിട്ടയർഡ് ഓഫീസറായ TP സുന്ദരരാജനാണ് ഈ ക്ഷേത്രത്തിൽ ഓഡിറ്റ് നടത്തണമെന്നും താഴെയുള്ള രഹസ്യ അറകൾ തുറക്കണമെന്നും കാണിച്ച് ഹർജി നൽകിയത്. 2011 ആ അറകളെല്ലാം തുറന്ന് ഓഡിറ്റ് ആരംഭിച്ച് കൃത്യം 1 മാസം തികഞ്ഞപ്പോൾ യാതൊരുവിധ മുൻകാല രോഗങ്ങളോ കാരണങ്ങളോ ഇല്ലാതെ തികച്ചും രഹസ്യമായ രീതിയിൽ വളരെ നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സ്വാഭാവിക മരണമാണോ, അതോ ആ വാതിലുകൾ തുറന്നാൽ വിനാശം വരുമെന്ന് പറയപ്പെടുന്ന ആ ക്ഷേത്രത്തിന്റെ ശാപം നിമിത്തം സംഭവിച്ചതാണോ എന്ന് നാട് നീളെ ആളുകൾ ഭയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ആ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാന അംഗത്തിന്റെ അമ്മയും തൊട്ടടുത്ത മാസങ്ങളിൽ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ രഹസ്യ അറകൾ തുറക്കുന്നത് മനുഷ്യകുലത്തിന് തന്നെ വലിയൊരു ആപത്താണെന്ന് ജനങ്ങൾക്കിടയിൽ ശക്തമായൊരു സംസാരം ഉണ്ടായി. ഇതെല്ലാം കണക്കിലെടുത്ത സുപ്രീം കോടതി ജനങ്ങളുടെ വിശ്വാസത്തെയും വികാരത്തെയും മുറിപ്പെടുത്തരുത് എന്ന് കരുതി ആ നിഗൂഢമായ 6ാമത്തെ വാതിലായ വോൾട്ട് B മാത്രം തുറക്കാതെ അങ്ങനെ തന്നെ നിലനിർത്താൻ ഉത്തരവിട്ടു. ആ മുറിയുടെ വിശുദ്ധി നഷ്ടപ്പെടുമെന്നും അത് തുറക്കുന്നത് വലിയ വിപത്താണെന്നും കാണിച്ച് രാജകുടുംബം ഇന്നും അത് തുറക്കുന്നത് തടഞ്ഞു പോരുന്നു. ഒരുപക്ഷെ ആ ഇരുണ്ട ആ അറയ്ക്കുള്ളിൽ മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കി അവതാരം എടുക്കുമ്പോൾ ഈ ലോകത്തെ നശിപ്പിക്കാനായി ഉപയോഗിക്കാനിരിക്കുന്ന ആ ഭീമാകാരമായ ദിവ്യ ആയുധങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്നും ഇന്നും ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2020 സുപ്രീം കോടതി ചരിത്രപ്രധാനമായ മറ്റൊരു വിധി കൂടി പുറപ്പെടുവിക്കുകയുണ്ടായി. കാലാകാലങ്ങളായി ക്ഷേത്രം പരിപാലിച്ചു പോരുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിന് തന്നെയാണ് ക്ഷേത്രത്തിന്മേൽ പൂർണ്ണ അവകാശമെന്നും ക്ഷേത്രം സംരക്ഷിക്കേണ്ട ചുമതല അവരുടേതാണെന്നും കോടതി വിധി പ്രഖ്യാപിച്ചു. ശരി, ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം ലക്ഷം കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കാം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് ആ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വൻ സുരക്ഷാ വലയം തന്നെയാണ് തീർത്തിരിക്കുന്നത്. അവിടെ പൂജ ചെയ്യുന്ന മുഖ്യ പൂജാരിമാരായാലും ശരി, ക്ഷേത്ര സംരക്ഷണ ചുമതലയുള്ള പോലീസുകാരായാലും ശരി, എന്തിന് പല നൂറ്റാണ്ടുകളായി തങ്ങളുടെ രക്തം നൽകി ഇത് കാത്തു സൂക്ഷിച്ച ആ രാജകുടുംബത്തിലെ അംഗങ്ങളായാലും ശരി, എല്ലാവരെയും മെറ്റൽ ഡിറ്റക്ടറുകളും എക്സ്റേ സ്കാനറുകളും ഉപയോഗിച്ച് അതീവ കർശനമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചു പുറത്തേക്ക് വരുമ്പോഴും ഇതേ രീതിയിലുള്ള കടുത്ത പരിശോധനകൾ തന്നെയാണ് നടക്കുന്നത്. അവിടെ കണ്ണിൽപ്പെടാത്ത മൂലകളിൽ പോലും അത്യാധുനിക CCTV ക്യാമറകളും നേരിയ ഒരു ചലനമോ പ്രകമ്പനമോ ഉണ്ടായാൽ പോലും ആകെ അലേർട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് അലാറങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 100 കണക്കിന് അടി താഴ്ചയിലൂടെ ആരെങ്കിലും രഹസ്യമായി
എവിടെ നിന്നെങ്കിലും തുരങ്കം നിർമ്മിച്ച് ഈ സ്ഥലത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ ഭൂഗർഭ ഭാഗങ്ങളിലാകെ അണ്ടർഗ്രൗണ്ട് റഡാർ സിസ്റ്റം വരെ സ്ഥാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ പുരാതന ക്ഷേത്രത്തെ ഇന്ന് ആർക്കും ഒരു ഇഞ്ച് പോലും അടുത്തു പോകാൻ കഴിയാത്ത വിധം അത്രയേറെ ശക്തമായ ഒരു കോട്ടയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തൊക്കെ അത്യാധുനിക സാങ്കേതിക വിദ്യ അവിടെ ഉണ്ടെങ്കിലും ഇന്നും ആ ഒരൊറ്റ രഹസ്യവാതിൽ മാത്രം തുറക്കപ്പെടാതെ അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. കാരണം ചില രഹസ്യങ്ങൾ ലോകം അറിയാതെ ആ ഇരുട്ടിനുള്ളിൽ തന്നെ ഉറങ്ങുന്നതാണ് ആ സ്ഥലത്തിന്റെ വിശുദ്ധിക്കും ഒട്ടൊന്നാകെ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും നല്ലത് എന്ന് അവിടുത്തെ ജനങ്ങളും ഇന്ത്യൻ നിയമവും ഒരുപോലെ ആഴത്തിൽ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമെന്നാണ് പുറം ലോകത്തുള്ള പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ സത്യാവസ്ഥ അതല്ല. ഇന്ത്യ ഒരു കാലത്ത് വമ്പൻ ഒരു സ്വർണ്ണ ഖനിയായിരുന്നു. പല നൂറ്റാണ്ടുകളായി ഇവിടെ അധിനിവേശം നടത്തിയ വിദേശികളും ബ്രിട്ടീഷുകാരും എല്ലാം നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സമ്പത്തും കൊള്ളയടിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി. പക്ഷേ ഒട്ടൊന്നാകെ ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിയ ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മഹാനിധി മാത്രം ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ രക്ഷപ്പെട്ടു? കാരണം ഇത് ഏതെങ്കിലും ഒരു രാജാവിന്റെ കൊട്ടാരത്തിലല്ല സൂക്ഷിച്ചിരുന്നത്, മറിച്ച് ഒരു ക്ഷേത്രത്തിന്റെ പാതാള അറയ്ക്കുള്ളിൽ. ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല, ദൈവത്തിന് മാത്രം സ്വന്തമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മഹാരാജാവ് ത്യാഗം ചെയ്തത്, സ്വന്തം ജീവൻ പണയം വെച്ച് സംരക്ഷിക്കുകയും ചെയ്ത ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്പത്ത് മോഷ്ടിക്കാൻ ആർക്കും കഴിയാതെ പോയത്. ഇവിടെ നമ്മുടെ ദൈവവിശ്വാസത്തെയോ ആ നാഗബന്ധത്തെയോ ശാപങ്ങളെയോ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പകരം നമ്മൾ അതിനെ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ പറ്റൂ. കാരണം നൂറ്റാണ്ടുകളായി യാതൊരുവിധ CCTV ക്യാമറകളോ സാങ്കേതിക വിദ്യകളോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇത് കൈക്കലാക്കാൻ വന്ന പല കൊള്ളക്കാരിൽ നിന്നും അക്രമികളിൽ നിന്നും ഈ $1 ട്രില്യൺ മഹാസമ്പത്തിനെ കാത്തു സൂക്ഷിച്ചത് ജനങ്ങളുടെ അചഞ്ചലമായ ദൈവവിശ്വാസവും ആ വാതിൽ തുറന്നാൽ മരണം സംഭവിക്കുമെന്ന് ഭയപ്പെടുത്തുന്ന ആ ഒരു വിശ്വാസവും മാത്രമാണ്. ഈ അടിയുറച്ച വിശ്വാസമാണ് പല നൂറ്റാണ്ടുകളായി ഈ നിധിക്ക് ലഭിച്ച ഏറ്റവും വലിയ സുരക്ഷാ കവചം. ഇനി നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. പുറമേയുള്ള വെറും 5 അറകൾ തുറന്നപ്പോൾ തന്നെ പല ലക്ഷം കോടി രൂപയുടെ സമ്പത്തും സ്വർണ്ണ ചങ്ങലകളും വൈരക്കല്ലുകളും മല പോലെ കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ കാൽപ്പാടുകൾ പോലും പതിയാത്ത ഉഗ്രരൂപികളായ രാജവെമ്പാലകൾ കാവൽ നിൽക്കുന്ന ഇന്നും ആർക്കും തുറക്കാൻ കഴിയാത്ത ആ നിഗൂഢമായ വോൾട്ട് B വാതിലിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ ലോകത്തെ മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ തക്കവണ്ണമുള്ള അമൂല്യ നിധികളോ, അതോ ഈ ലോകത്തെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന കൽക്കി അവതാരത്തിന്റെ ദിവ്യ ആയുധങ്ങളോ, അതോ ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത മറ്റേതെങ്കിലും വലിയ അമാനുഷിക ശക്തിയോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ കുംഭ ഇരുട്ടിനും ശ്രീ പത്മനാഭസ്വാമിക്കും മാത്രം അറിയാവുന്ന ഒന്നാണ്. ഇതുവരെയും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഫോൺ എടുത്ത് എനിക്കായി ഒരു ലൈക്ക് തരിക. ഈ നിഗൂഢതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ വാതിലിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇതെല്ലാം വെറും കെട്ട് കഥകളാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യാം. ഇതുപോലെ വളരെ വ്യത്യസ്തവും നിഗൂഢവുമായ മറ്റു കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.